എൻ്റെ ഗാർഡനിലെ ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ഞാൻ വിരലുകളൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ലീവ്സിന് എത്രത്തോളം വലിപ്പുണ്ടെന്ന്. വളരെ കുഞ്ഞൻ പ്ലാന്റാണ്, കുഞ്ഞു ലീവ്സാണ് കേട്ടോ. വളരെ നേർത്ത നനുത്ത നൈസായിട്ടുള്ള തൂവൽ പോലെയുള്ള അത്രയും കനം കുറഞ്ഞ ലീവ്സാണ് കേട്ടോ. തണ്ടുകൾക്കും അതെ. അതുകൊണ്ട് തന്നെ കെയറിങ് വളരെ അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് കെയറിങ് ശരിയായില്ല എങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ വൈറ്റ് കാലിയേഡിയത്തിൻ്റെ മിനി വേർഷനാണ്. അതുകൊണ്ട് മിനി വൈറ്റ് കാലിയേഡിയം എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഒരു പേരും കൂടി ഉണ്ട്, ജീസസ് ഹേർട്ട് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹേർട്ട് പോലെയുള്ള ഈ ലീവ്സ് ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കും. എന്താ പറയുക, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോഴേ ഇത് ഇത്തിരി കുഞ്ഞനാണെങ്കിലും ആൾക്ക് നല്ല വിലയുണ്ട് കേട്ടോ. ആളൊരു തറവാടിയാണ്. മാർക്കറ്റിൽ 800 750 ഒക്കെ മറ്റോ വിലയുണ്ട്. എനിക്ക് പക്ഷേ എൻ്റെ നൈബർ ജിഷയാണ് ഇത് ഒരു കുഞ്ഞു പോർഷൻ, വേരുള്ള ഒരു കുഞ്ഞു പോർഷൻ തന്നത്. അത് ഞാൻ വെച്ച് പിടിപ്പിച്ച് കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് വന്നു. ഇപ്പം ഞാൻ പകുത്ത് ഒരു പോർഷൻ എൻ്റെ സിസ്റ്ററിനിലോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിനോടെ കയ്യിൽ ഇപ്പോൾ വളരെ ബുഷിയായിട്ട് എന്നേക്കാളും കൂടുതൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഞാനത് 2 പോട്ടുകളായിട്ട് ഹാങ്ങിങ് പോട്ടുകളായിട്ട് വെച്ചു കേട്ടോ. ഞാനേ ഗുരുവായൂരിൽ നിന്ന് 2 ഹാങ്ങിങ് പോട്ട് മൺചട്ടിയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 പോട്ട് വെറുതെ ഇരിക്കുകയാണ്. ആ പോട്ടിലേക്ക് ഇവരെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹാങ് ചെയ്തിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കലേഡിയം അറിയാലോ, ശരിക്കും ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കിട്ടായേക്കാവുന്ന വെളിച്ചം, വെള്ളം, പിന്നെന്താ പറയുക, ചൂടൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ ഒന്ന് കെയർ ചെയ്താൽ മതി. ഞാനിപ്പോൾ പുറത്ത് ഹാങ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനനുസരിച്ച് വെയിലെങ്ങനെ എത്രത്തോളം അടിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിനനുസരിച്ച് അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു നോക്കിയാൽ മതി. ശ്രദ്ധിക്കണം, എയറേഷൻ അത്യാവശ്യമായിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ക്ലേ പിടിക്കണ പോലെയുള്ള മണ്ണൊന്നും പോട്ടിംഗ് മിക്സറായിട്ട് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഹാങ് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ ഞാൻ പറയണത്. ഹാങ് ചെയ്തിടുമ്പോൾ ഞാൻ കയറോ ചിരടോ അല്ല യൂസ് ചെയ്യുക. നമ്മുടെ ടെറസിൽ നിന്നുള്ള ഹുക്കിലേക്ക് ഞാൻ ഒരു സ്റ്റീലിൻ്റെ എസ്കുളത്ത് വാങ്ങും. അതുപോലെ തന്നെ ചെയിനുകളാണ് വാങ്ങുക. അത് നമുക്ക് എത്രത്തോളം നനയ്ക്കാനൊക്കെ ഈസി ആയിട്ട് നനയ്ക്കാനൊക്കെ നമ്മുടെ കൈ എത്രത്തോളം പൊന്തണോ അതിനനുസരിച്ച് ഉള്ള നീളത്തിൽ ചെയിൻ വാങ്ങിയിട്ട് ആ എസ്കുളത്ത് ഹുക്കുമ്മൽ കൊളുത്തിയിട്ട് ചെയിൻ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ഹാങ്ങിങ് പോട്ടുകളെ ഹാങ് ചെയ്ത് ഇടാറുള്ളത്. അപ്പം നല്ല ഭംഗിയാണ്. ചെയിൻ കുറേ നാൾ കഴിയുമ്പോൾ കളർ പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെയിനുകൾക്ക് പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ചെയിൻ വാങ്ങുകയൊക്കെ ചെയ്യാം. അത്ര വിലയൊന്നുമില്ല ചെയിനിനൊന്നും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങളും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എനിക്കൊന്നൊരു കമൻറ്റ് ഇടുക കേട്ടോ, ഇഷ്ടമായെങ്കിൽ.